നമസ്കാരം. സൂര്യൻ്റെ മുഖം മുറം വെച്ചടയ്ക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. തൽക്കാലത്തേക്ക് സൂര്യൻ്റെ പ്രകാശത്തിൽ ഒരു നിഴൽ വീഴ്ത്താൻ ചിലപ്പോൾ ഈ മുറം കൊണ്ട് കഴിയും. അതിനപ്പുറം സൂര്യൻ എന്ന് പറയുന്ന ഉപഗ്രഹം എന്ന് പറയുന്നത് ശരിയല്ല, സൂര്യൻ എന്ന് പറയുന്ന ദൈവം എന്ന് തന്നെ പറയാം. നമുക്ക് വെളിച്ചം തരുന്ന ആളല്ലേ. ആ മനുഷ്യനെ നമ്മൾ ദൈവമായിട്ട് തന്നെ കാണാം. നല്ല ചെയ്യുന്ന ആളല്ലേ, അദ്ദേഹം ജ്വലിച്ച് തന്നെ നിൽക്കും. ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ശാന്തിവിളയുടെ അഭിപ്രായം എന്താണെന്ന് ആദ്യ പിണറായി മന്ത്രിസഭയുടെ ഇലക്ഷന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് എന്നോട് വിളിച്ചു ചോദിച്ച ആളായിരുന്നു KPSC ലളിത. ശാന്തിവിളെ, വടക്കാഞ്ചേരിയിൽ മിക്കവാറും ഞാനായിരിക്കും സ്ഥാനാർത്ഥി, ഞാൻ നിൽക്കുന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് നിറയെ പടങ്ങളില്ലേ, അതൊക്കെ അവസാനിപ്പിക്കേണ്ടി വരില്ലേ, എന്തിനാണിപ്പോൾ MLA ആകാൻ ആഗ്രഹിക്കുന്നത്, ചേച്ചിക്ക് വേറെ പണിയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. പാർട്ടി മത്സരിക്കാൻ പറയുന്നു. MLA ആയാലേ ദിനേശിന് ശാന്തിവിളയ്ക്ക് അറിയാമല്ലോ, എനിക്ക് മോശമല്ലാത്ത കടമുണ്ട്, അത് അഭിനയിച്ചാൽ തീരില്ല, അത് തീർക്കാനാവുമല്ലോ. ഏത് MLA ആയാൽ എത്ര സാധു സ്ത്രീ എന്നാലോചിച്ച് നോക്കും. ഇതാരാ ചേച്ചിക്ക് പറഞ്ഞു തന്നെ എന്ന് ഞാൻ ചോദിച്ചു. MLAയുടെ ശമ്പളവും ടീയും കിട്ടും ചേച്ചി, പിന്നെ കാലാവധി 2.5 വർഷം എന്തോ തേച്ചാൽ പെൻഷനും കിട്ടും. അതിപ്പോൾ ഒരു പടത്തിൽ അഭിനയിച്ചാൽ ചേച്ചിക്ക് കിട്ടില്ലേ എന്നായി ഞാൻ. അയ്യോ ശാന്തിവിള, ഇത് തന്നെ ഭാഗ്യലക്ഷ്മിയും പറയുന്നു കേട്ടോ. അപ്പോൾ ഞാൻ MLA ആകണ്ട അല്ലേ? നാമനിർദ്ദേശ പത്രിക കൊടുക്കണം, ഇലക്ഷൻ പ്രചരണം നടത്തണം, വോട്ട് ചെയ്ത് നമ്മുടെ പാർട്ടിക്ക് കൂടുതൽ വോട്ട് വരണം, എന്നാലേ ഞാൻ ജയിക്കൂ എന്നുള്ള ബോധമൊന്നും ചേച്ചിക്കില്ല. ചേച്ചി വിചാരിക്കുന്നത് ഇടതുപക്ഷം മുന്നണി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MLA എന്നാണ് ചേച്ചി വിചാരിക്കണേ. അപ്പം ഞാൻ MLA ആകണ്ട അല്ലേ? ഇത്രയും പൊതുവിജ്ഞാനമേ ലളിത ചേച്ചിക്ക് ഉണ്ടായിരുന്നുള്ളൂ. MLA ആയാൽ ലക്ഷങ്ങളും കോടികളും വന്ന് മറിയും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഭരതേട്ടൻ വരുത്തി വെച്ച കടങ്ങളും സിദ്ധാർത്ഥന് സംഭവിച്ച കാർ അപകടത്തിലും പെട്ട് അതിൻ്റെ ചികിത്സയെല്ലാമായിട്ട് ഒരുപാട് ലക്ഷങ്ങൾ ചേച്ചിക്ക് കടമുണ്ടായിരുന്നു. അതൊക്കെ തീർക്കാനാവും ഒരു MLA ആയാലെന്ന് പാവം ചേച്ചി വിശ്വസിച്ചു. ഞാൻ ഭാഗ്യലക്ഷ്മിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ആരോ ചേച്ചിയെ ഇങ്ങനെയൊക്കെ ഫീഡ് ചെയ്തിരിക്കുകയാണെന്നും ഞാൻ പരമാവധി മത്സരിക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല എന്നും ദിനേശും നിരുത്സാഹപ്പെടുത്തിയത് നന്നായി എന്നും അന്ന് ഭാഗ്യലക്ഷ്മി എന്നോട് പറഞ്ഞു. ചേച്ചി മത്സരിച്ചില്ല, പകരം കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായി. ആദ്യ മന്ത്രിസഭ പിണറായിയുടെ മന്ത്രിസഭയിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായി. നല്ല കാര്യം. അപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, സംഗീത നാടക അക്കാദമിയുടെ സ്റ്റേജിൽ തനിക്കൊരു മോഹിനിയാട്ടം കളിക്കാനായിട്ട് ഒരു അവസരം തരുമോ നൃത്തം ചെയ്യാനെന്ന് ഒരു അപേക്ഷ പോലെ കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമേശ്വരൻ ഒരു അപേക്ഷ കൊടുത്തു. ചേച്ചി അത് നിരസിച്ചെന്നും രാമേശ്വരൻ കരയുകയോ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ അതിന് ആത്മഹത്യ ചെയ്താൽ എന്തെന്ന് ആലോചിച്ചെന്നോ ഒക്കെയുള്ള വാർത്ത തീ പടരും പോലെ അങ്ങ് പടർന്നു. ഞാനപ്പോഴും ചേച്ചിയെ വിളിച്ച്, ചേച്ചിക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ചേച്ചിയോട് ഞാൻ ഇക്കാര്യം വിശദമായി പറഞ്ഞു. ചേച്ചി, RLV രാമേശ്വരനോടൊക്കെ കളിക്കുന്ന സൂക്ഷിക്കണം, ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്ത് ചേച്ചി അകത്താക്കാവുന്ന വിഷയമാണ് എന്നാണ്. എൻ്റെ ഭഗവാനെ എന്നാണ് ചേച്ചി അന്ന് വിളിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയമാണെന്ന് പറയുമ്പോൾ ചേച്ചി എന്നോട് ചോദിക്കുന്നത് ഞാനതിന് എന്ത് കുറ്റം ചെയ്തു ശാന്തിവിള എന്നായിരുന്നു. സെക്രട്ടറിയോ ചുമതലക്കാരോ ബോർഡ് അംഗങ്ങളോ ആരോ പറ്റിച്ച പണിയായിരിക്കാം. ചേച്ചി അത് ഏറ്റെടുത്തതാകാം. എങ്ങനെയൊക്കെയോ ആ പ്രശ്നം രൂക്ഷമാകാതെ അക്കാലത്ത് അവസാനിച്ചു. രാമേശ്വരൻ പിന്നെ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. കാരണം വേറൊരു നാടകം ഇറങ്ങിയപ്പോൾ ലളിത ചേച്ചി അങ്ങ് വിട്ടു. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് RLV രാമകൃഷ്ണൻ സന്തോഷത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. സെപ്റ്റംബർ 19, 20, 21 തീയതികളിൽ കേരള സംഗീത നാടക അക്കാദമി നടത്തുന്ന ത്രിഭംഗി ദേശീയ നൃത്ത ഉത്സവത്തിൽ 19-ാം തീയതി
തുടങ്ങുന്ന ദിവസം വൈകിട്ട് 6:30 RLV രാമകൃഷ്ണൻ തൻ്റെ മോഹിനിയാട്ടം കേരള സംഗീത നാടക അക്കാദമിയുടെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു. കെട്ടകാലത്ത് തന്നോടൊപ്പം നിന്നവർക്ക് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടാണ് രാമകൃഷ്ണൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഗസ് ചെയ്യുന്നു, ഒരു കാലത്ത് കേരള കലാമണ്ഡലത്തിൻ്റെ തലവനാകാനുള്ള അവസരം രാമകൃഷ്ണനെ തേടി വരുന്ന കാലം വിദൂരമല്ല എന്ന് രാമകൃഷ്ണനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 100% അർഹതപ്പെട്ട പോസ്റ്റായിരിക്കും. കേരള കലാമണ്ഡലത്തിൻ്റെ തലവനായി, പ്രിൻസിപ്പലായി RLV രാമകൃഷ്ണനെ നിയമിച്ചു എന്നുള്ള വാർത്ത വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ, ഒരു മോഹിനിയാട്ട നർത്തകനാണ്. ഈ വരുന്ന സെപ്റ്റംബർ 19, 20, 21 തീയതികളിൽ കേരള സംഗീതനാടക അക്കാദമി അണിയിച്ചൊരുക്കുന്ന ത്രിഭംഗി എന്ന ദേശീയ നൃത്തോത്സവത്തിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. സെപ്റ്റംബർ 19 തീയതിയാണ് ഞാൻ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത്. ഇതിനായി അവസരമൊരുക്കി തന്ന കേരള സർക്കാരിനോടും സാംസ്കാരിക വകുപ്പിനോടും കേരള സംഗീതനാടക അക്കാദമിയോടും വിശിഷ്യ ഇതിന്റെ ക്യൂറേറ്ററോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വേദിയും അംഗീകാരവുമായി ഞാൻ ഈ വേദിയെ കാണുന്നു. എല്ലാവരും വരിക, പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം. അടുത്തൊരു കഥ. എനിക്കൊരു ആരാധകൻ അയച്ചു തന്ന ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരാൾ നമുക്കെല്ലാം സുപരിചിതമാണ്, സാക്ഷാൽ പത്മശ്രീ അല്ലെങ്കിൽ പത്മഭൂഷൺ യേശുദാസ്. കൂടെയുള്ള കഷണ്ടി തലേനെ ക്ലാസിക്കൽ സംഗീതവുമായി ബന്ധമോ ആരാധനയോ ഇല്ലാത്ത ആൾക്കാർക്ക് അറിയണമെന്നില്ല. 1985-90 കാലഘട്ടത്തിനിടയ്ക്ക് കേരളത്തിലെ പത്രങ്ങളിലൊക്കെ പ്രധാന ഹെഡിങ്ങിൽ സ്ഥാനം പിടിച്ച പയ്യൻ വളർന്ന് കഷണ്ടിയും അകാല നരയുമായി നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കുറേ കാലം പിന്നിലേക്ക് പോയി. കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണല്ലോ സൂര്യ. ഒരു കാലത്ത് സൂര്യയിൽ ഒരു അംഗത്വം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അംഗത്വം കിട്ടാനായിട്ട് ഞാനടക്കമുള്ളവർ അലഞ്ഞ കഷ്ടപ്പാട് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സൂര്യയിൽ ഒരു അംഗത്വം കിട്ടാൻ. സൂര്യയുടെ വേദിയിൽ ഒന്ന് പാടാൻ, ഒരു ഡാൻസ് ചെയ്യാൻ, 2 വാക്ക് സംസാരിക്കാൻ, സൂര്യ ഫെസ്റ്റിവലിൽ തൻ്റെ സിനിമയുടെ ഒരു ഷോ നടത്താൻ ആരുടെയൊക്കെ ശുപാർശയുമായി ചെല്ലുന്ന കാലമുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ, അല്ലെങ്കിൽ കോവിഡിന് മുമ്പ് വരെ. എല്ലാ വർഷവും സൂര്യ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് ഒക്ടോബർ 2 തീയതി നമ്മുടെ ഗാനഗന്ധർവൻ്റെ സംഗീത കച്ചേരിയോടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരിയോടെയാണ് എല്ലാ വർഷവും സൂര്യ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. ടാഗോർ തിയേറ്ററിലൊക്കെ സീറ്റ് കിട്ടാതെ നിലത്തിരുന്നായിരുന്നു ഉദ്ഘാടന പ്രോഗ്രാം ശ്രോതാക്കൾ കേട്ടിരുന്നത്. ഒരിക്കൽ യേശുദാസ് ആ പതിവ് തെറ്റിച്ചു. ഒക്ടോബർ 2 തനിക്കെത്താൻ കഴിയില്ല എന്ന് സൂര്യയുടെ എല്ലാമായ സൂര്യ കൃഷ്ണമൂർത്തി എന്ന് എല്ലാവരും വിളിക്കുന്ന കൃഷ്ണമൂർത്തി സാറിനെ വിളിച്ച് യേശുദാസ് അറിയിച്ചു. ഒക്ടോബർ 2 വരാൻ പറ്റിയില്ലെങ്കിൽ യേശുദാസ് ഇനി സൂര്യയിൽ പാടണ്ട എന്ന് കൃഷ്ണമൂർത്തിയും തീരുമാനിച്ചു. പകരം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡോക്ടർ മുരളീകൃഷ്ണ അടക്കം, ബാലമുരളീകൃഷ്ണ അടക്കം ഇന്ത്യയിലെ 1ാം നിരയിൽപ്പെട്ട ആരെ വേണമെങ്കിലും എത്തിക്കാനാവും. അത്രയും ബന്ധങ്ങളുണ്ട് സൂര്യകൃഷ്ണമൂർത്തിക്ക്. കൃഷ്ണമൂർത്തി ചെയ്തത്, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തൻ്റെ അനുപമമായ കഴിവ് ക്ലാസിക്കൽ സംഗീതത്തിൽ തെളിയിച്ച 13-14 വയസ്സുള്ള ശങ്കരൻ നമ്പൂതിരി എന്ന ബാലനെ ഉദ്ഘാടന ദിവസം സൂര്യയുടെ സ്റ്റേജിലിരുത്തി പാടിച്ചു. വലിയ വാർത്തയായി. യേശുദാസിന് പകരം 13 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സുള്ള ശങ്കരൻ നമ്പൂതിരി പാടുന്നു. അതൊരു 1ാം തരം വാർത്തയായി. യേശുദാസ് പാടിയിരുന്ന വേദിയിൽ ശങ്കരൻ നമ്പൂതിരി എന്ന പയ്യൻ പാടുന്നു ശാസ്ത്രീയ സംഗീതം. ശരിക്കും പറഞ്ഞാൽ യേശുദാസിന്
യേശുദാസിന് കർണത്ത് കൊടുത്ത ഒരു തല്ലിനേക്കാൾ ഭീകരമായി പോയി കൃഷ്ണമൂർത്തി എടുത്ത നിലപാട്. കുട്ടിശങ്കരൻ നന്നായിട്ട് ശ്രോതാക്കളുടെ കയ്യടി നേടി. അതോടെ ശങ്കരൻ നമ്പൂതിരി ഒരു താരമായി മാറി. നിറയെ പ്രോഗ്രാമുകളും ആരാധകരും. എവിടെയോ വച്ച് ശങ്കരൻ നമ്പൂതിരിയുടെ സ്വഭാവത്തിൽ ട്രാക്ക് മാറി എന്ന വാർത്തകൾ പരന്നു. വിസ്മൃതിയിൽ പോയ പോലെ ആരും ആ യുവഗായകനെ പറ്റി പറയാതെയായി അല്ലെങ്കിൽ ചിന്തിക്കാതായി. വീണ്ടും ശങ്കരൻ നമ്പൂതിരി ഉയർന്നു വന്നു. നിറയെ സ്റ്റേജ് പ്രോഗ്രാമുകൾ, ആൽബങ്ങൾ, പിന്നണി ഗാലാപനം ഒക്കെയായി പുനർജന്മം പോലെ ഒരു വരവ് വന്നു. വിളയാതെ പഴുത്ത മാമ്പഴം പോലെ ഈ ഗായകൻ്റെ വളർച്ചയുടെ തോത് മുരടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ആ സൂര്യയിലൊക്കെ പാടുന്ന കാലത്ത് ഞാൻ കരുതിയത് ഇദ്ദേഹം ഒരു താരമായി വളർന്ന് പന്തലിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വന്ന ചില കുഴപ്പങ്ങൾ കൊണ്ട് അത്രയും ഉയരത്തിൽ ശങ്കരൻ നമ്പൂതിരി എത്തിയില്ല. ഇപ്പോൾ ശങ്കരൻ നമ്പൂതിരിക്ക് 54 വയസ്സായിരിക്കുന്നു. അദ്ദേഹം കുറിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കയറി നോക്കണം. അദ്ദേഹം കുറിക്കുന്നതെല്ലാം മറ്റാരുടെയോ മുതുകിൽ പരാതികളും പരിഭവങ്ങളും ചാരി വയ്ക്കുന്നത് പോലെയുണ്ട്. ഒരു നിരാശ കലർന്ന കുറിപ്പുകളാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഞാൻ ഒരു 100 കുറിപ്പ് വായിച്ചു. അതിലെല്ലാം ഞാൻ പെർഫെക്റ്റാണ്, പക്ഷേ എൻ്റെ കൂടെ നടന്നവർ, എന്നെ ഞാൻ വിശ്വസിച്ചവർ, ഞാൻ സ്നേഹിച്ചവർ എല്ലാം എന്നെ വഞ്ചിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കുറിപ്പിട്ടിരിക്കുന്നത്. ഒരിക്കലും ശങ്കരൻ നമ്പൂതിരി അത് ശരിയല്ല, താങ്കൾ ചെറിയ ചുവടുപിഴ ഉണ്ടായതാണ്, താങ്കൾക്കുണ്ടായതാണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് ഞാൻ പറയും. ഇവിടെ നിർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.